Welcome back to my channel, English Grammar Teaching and Learning. Today I would like to begin a new lesson, third lesson of the first unit. മാർക്ക് ആൻ്റണീസ് സ്പീച്ച്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗമാണ്. ഓക്കെ, ലെറ്റ് us come to the description of about the other. William Shakespeare was born in Stratford upon Avon, England. ഇപ്പോൾ വില്യം ഷേക്സ്പിയർ ജനിച്ചത് സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്താണ്. ഹി വാസ് എ പോയറ്റ്, പ്ലേറൈറ്റ് ആൻഡ് ആക്ടർ ആൻഡ് ഈസ് നോൺ ആസ് ദി ബാഡ് ഓഫ് ഏവൺ. അദ്ദേഹം ഒരു കവിയാണ്, അതുപോലെ തന്നെ ഒരു നാടകകൃത്താണ്, ഒരു നടനുമാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഈസ് നോൺ ആസ് ദി ബാഡ് ഓഫ് ഏവൺ. ബാഡ് മീൻസ് ദാറ്റ് ഈസ് എ ട്രഡീഷണൽ നെയിം റെഫേഴ്സ് ടു ദി പോയറ്റ്. പരമ്പരാഗതമായിട്ട് കവികൾക്ക് നൽകിയിരുന്ന ഒരു പേരാണ് ഏവൺ, അല്ല ബാഡ്. ഇപ്പോൾ ഇവിടെ ഏവൺ എന്ന സ്ഥലത്ത്, ഇംഗ്ലണ്ടിലെ ഏവൺ എന്ന സ്ഥലത്തെ കവിയായതുകൊണ്ട് നമ്മൾ ദി ബാഡ് ഓഫ് ഏവൺ. ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ്, അതുപോലെ ഇംഗ്ലണ്ടിലെ ഒരു ദേശീയ കവി. ഹിസ് എക്സ്റ്റാന്റ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 38 plays, 154 sonnets and 3 long narrative poems. അദ്ദേഹത്തിൻ്റെ രചനയുടെ വ്യാപ്തി, ഹിസ് എക്സ്റ്റൻഡ് വർക്ക്സ് കൺസിസ്റ്റ് ഓഫ് 38 plays, 38 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്, 154 സോണറ്റ്സ്. സോണറ്റ് മീൻസ് പോയംസ് ഹാവിങ് 14 ലൈൻസ്, 14 വരികളുള്ള പദ്യങ്ങളെയാണ് നമ്മൾ സോണറ്റ്സ് എന്ന് വിളിക്കുക. ആൻഡ് 3 ലോങ് നറേറ്റീവ് പോയംസ്, 3 വിവരണകരമായിട്ടുള്ള പദ്യങ്ങൾ. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്. അദ്ദേഹത്തെ ലോക ജനത അറിയപ്പെടുന്നത് ഒരു നാടകകൃത്ത് എന്നുള്ള രീതിയിലാണ് കൂടുതലും. അദ്ദേഹം എഴുതിയിട്ടുള്ള ദുരന്ത നാടകങ്ങൾ പ്രധാനമായിട്ടും ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഹി ഈസ് ദി ബെസ്റ്റ് നോൺ ഫോർ ഹിസ് 4 ഗ്രേറ്റ് ട്രാജഡീസ്. ഈ 4 ദുരന്ത നാടകങ്ങൾ, ദുഃഖപര്യവസായിട്ടുള്ള 4 നാടകങ്ങളായിരുന്നു ഹാംലെറ്റ്, ഒതല്ലോ, കിങ് ലിയർ ആൻഡ് മാക്ബത്ത്. ഇതിലൂടെയാണ് അദ്ദേഹം ലോക പ്രശസ്തി നേടിയ ഒരു നാടകകൃത്തായിട്ട് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് എഴുത്തുകാരനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് അക്കൗണ്ട്. ദെൻ കം ടു ദി ലെസൺ. ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. ലെറ്റ് us read and enjoy. നമ്മൾ വായിക്കുക, രസിക്കുക, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുക. റീഡ് ആൻഡ് തിങ്ക്. ഇവിടെ ലെറ്റ് us read and enjoy. When William Shakespeare's well-known history play Julius Caesar opens, Caesar is one of the triumvirs who ruled Rome. ഇവിടെ വില്യം ഷേക്സ്പിയറിൻ്റെ ചരിത്ര പ്രശസ്തമായ നാടകം ജൂലിയസ് സീസർ ആരംഭിക്കുന്നു. അവിടെ സീസർ ആരായിട്ടാണ് ചിത്രീകരിക്കുന്നത്? സീസർ ഈസ് വൺ ഓഫ് ദി ട്രയംവിർസ് ഹൂ റൂൾഡ് റോം. റോം ഭരിച്ച ഒരു അലയൻസ്, അതിലെ ഏറ്റവും പ്രശസ്തനായ ആളായിരുന്നു വില്യം ഷേക്സ്പിയർ. ദി ഫസ്റ്റ് ട്രയംവിറേറ്റ്സ്, അതിൽ ഉൾപ്പെടുന്ന ആളായിരുന്നു ആര്? വില്യം ഷേക്സ്പിയർ. 60 BC ആൻഡ് 54 BC, അല്ല സീസർ, ജൂലിയസ് സീസർ. സീസർ ഈസ് വൺ ഓഫ് ദി ട്രയംവിർസ് ഹൂ റൂൾഡ് റോം. റോം ഭരിച്ച ഒരു ഫസ്റ്റ് ട്രയംവിറേറ്റ്സ്, അതിൽ ഉൾപ്പെടുന്ന ആളായിരുന്നു 60 BC മുതൽ 54 BC വരെ ഉണ്ടായിരുന്ന ഒരു ഇൻഫോർമൽ പൊളിറ്റിക്കൽ അലയൻസ്. റോമിലുണ്ടായ ഒരു ഇൻഫോർമൽ പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു അത്. അതിൽ ജൂലിയസ് സീസർ ഉൾപ്പെടുന്നു, അതുപോലെ തന്നെ പോംബെ ദി ഗ്രേറ്റ് ഉൾപ്പെടുന്നു, ആൻഡ് മർക്കസ് ലിസിനസ് ക്രാസസ്. ഈ 3 പേരുടെയും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫോർമൽ പൊളിറ്റിക്കൽ അലയൻസ് ആയിരുന്നു ഈ. അതിൽ ഏറ്റവും പ്രശസ്തനായ ആളായിരുന്നു, റോമിലെ ഭരണാധികാരിയായിരുന്നു ജൂലിയസ് സീസർ. ഹി ഈസ് അസാസിനേറ്റഡ്. അതിൽ സെക്കൻഡ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് ട്രയംവിറേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഒക്ടോവിയൻ, അതുപോലെ മാർക്ക് ആൻ്റണി, മർക്കസ്
അമലിയസ് ലെപ്പിഡസ്, ഇവർ മൂന്നുമായിരുന്നു ആ കൂട്ടുകെട്ടിൽ ഉണ്ടായിരുന്നത്. ദീസ് ത്രീ മെൻ, ഈ രണ്ടാമത്തെ സെക്കൻഡ് ട്രയംവിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരും, ദീസ് ത്രീ മെൻ ഫോംഡ് ആൻ അലയൻസ് ടു അവെഞ്ച് ജൂലിയസ് സീസേഴ്സ് അസാസിനേഷൻ ആൻഡ് ഡൊമിനേറ്റ് റോമൻ പൊളിറ്റിക്സ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അധികാരം പിടിച്ചെടുക്കുക, അതിനുവേണ്ടി ജൂലിയസ് സീസറിനെ വധിക്കാൻ കൂട്ടായിട്ടുള്ള വധിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു അലയൻസാണ് ഇവർ മൂന്ന് പേരുടെയും. അതാണ് സെക്കൻഡ് ട്രയംവിറേറ്റ്സ്. ഫസ്റ്റ് ട്രയംവിറേറ്റ്സ് ഉൾപ്പെടുന്നു ജൂലിയസ് സീസർ. ഹി ഈസ് അസാസിനേറ്റഡ് ഇൻ ദി ക്യാപിറ്റോൾ ബൈ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്. അദ്ദേഹത്തെ അങ്ങനെ ജൂലിയസ് സീസർ വധിക്കപ്പെടുന്നു. എവിടെ വെച്ച? ഇൻ ദി ക്യാപിറ്റോൾ. ക്യാപിറ്റോൾ മീൻസ് ഇവിടെ സെനറ്റ്. ബൈ എ ബാൻഡ് ഓഫ് കോൺസ്പിറേറ്റേഴ്സ്, എ ബാൻഡ് ഓഫ്, എ ബഞ്ച് ഓഫ്, എ ക്രൗഡ് ഓഫ് എന്നൊക്കെ പറയുന്നത് കളക്റ്റീവ് നൗൺ. ഒരു കൂട്ടം ഗൂഢാലോചകർ, ലെഡ് ബൈ ഹിസ് ബോസം ഫ്രണ്ട് ബ്രൂട്ടസ്. അതായത് ജൂലിയസ് സീസറിന്റെ ചങ്കായിരുന്ന ബോസം ഫ്രണ്ട് മീൻസ് ചങ്കായിരുന്ന ബ്രൂട്ടസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ് ദി റീസൺസ് ഫോർ ദി ആക്ട് ഇൻ എ ഷോർട്ട് ബട്ട് ഇഫക്റ്റീവ് സ്പീച്ച് ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദി റോമൻ സിറ്റിസൺസ്. ആഫ്റ്റർ ദിസ് ബ്രൂട്ടസ് എക്സ്പ്ലെയിൻസ്, ഇതിന് ശേഷം, അസാസിന് ശേഷം ബ്രൂട്ടസ് ആണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഫ്യൂണറൽ സ്പീച്ചിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നു ദി റീസൺസ് ഫോർ ദി ആക്ട് ഇൻ എ ഷോർട്ട്. വളരെ ചുരുക്കി അദ്ദേഹം ഇതിനുണ്ടായ കാരണം എന്താണെന്ന് വിശദീകരിക്കുന്നു. ബട്ട് ഇഫക്റ്റീവ് സ്പീച്ച്, എന്നാൽ ആ സ്പീച്ച് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. ദാറ്റ് അപ്പിയേഴ്സ് ടു കൺവിൻസ് ദി റോമൻ സിറ്റിസൺസ്. അയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പെരുമാറ്റം എന്താണെന്ന് റോമക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആ സംഭാഷണത്തിന്, ആ പ്രസംഗത്തിന് കഴിഞ്ഞു. ബ്രൂട്ടസിൻ്റെ പ്രസംഗത്തിന് കഴിഞ്ഞു. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട്. മാർക്ക് ആൻ്റണി എന്ന് പറയുന്നത് സീസറിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ ടു റെൻഡർ എ ഫ്യൂണറൽ യൂളജി ടു സീസർ. സീസർ മരണശൈലിയിൽ കിടക്കുമ്പോൾ അവിടെ നടന്ന ഈ ഫ്യൂണറൽ സ്പീച്ചിൽ ആദ്യം സംസാരിച്ചത് ബ്രൂട്ടസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയർ ആക്കി. എന്നിട്ട് അടുത്ത ഊഴം മാർക്ക് ആൻ്റണി ആയിരുന്നു സംസാരിക്കാൻ എത്തിയത്. മാർക്ക് ആൻ്റണി, സീസേഴ്സ് ഫ്രണ്ട് സീക്സ് ബ്രൂട്ടസ് പെർമിഷൻ, ബ്രൂട്ടസിൻ്റെ പെർമിഷനോട് കൂടിയാണ് ടു റെൻഡർ എ ഫ്യൂണറൽ യൂളജി ടു സീസർ. ബ്രൂട്ടസ് എഗ്രീസ്. ബ്രൂട്ടസ് രണ്ടാമത്തെ സംസാരിക്കാൻ അനുവദിച്ചു. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ, വളരെ പ്രസംഗത്തിൽ വളരെ ചാതുര്യമുള്ള ഒരാളാണ് ആൻ്റണി. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ടൻലി മാനിപ്പുലേറ്റ്സ് ദി ഇമോഷൻ ഓഫ് ദി ക്രൗഡ്. അവിടെ കൂടിയ ജനക്കൂട്ടത്തെ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു. അതായത് ചിലരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു. ആൻ്റണീസ് മാസ്റ്റർഫുൾ ഒറേഷൻ എക്സ്പെർട്ടൻലി മാനിപ്പുലേറ്റ്സ് ദി ഇമോഷൻ ഓഫ് ദി ക്രൗഡ്. അവിടെ കൂടിയ ജനക്കൂട്ടത്തിൻ്റെ വികാരത്തെ മറ്റൊരു രീതിയിലേക്ക് തിരിച്ചുവിടുവാൻ, ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാൻ, ഹി പെർസ്വേഡഡ് ദം, അവരെ പ്രലോഭിപ്പിക്കാൻ കഴിഞ്ഞു ആ പ്രസംഗത്തിലൂടെ. He persuaded them to believe that Brutus and the conspirators had selfish motives. ബ്രൂട്ടസും അദ്ദേഹത്തിൻ്റെ ഗൂഢാലോചകരും സ്വാർത്ഥരാണ് എന്ന് സൂചിപ്പിക്കുന്നു. ആൻഡ് ദി ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ചോദിച്ചാൽ, കോൺസ്പിറേറ്റേഴ്സ് ഹാഡ് സെൽഫിഷ് മോട്ടീവ്സ്. ആന്റണി പറയുന്നത് ഒരു സ്വാർത്ഥ താല്പര്യക്കാരായിരുന്നു. ഹി പെർസ്വേഡ് ദം ടു ബിലീവ് ദാറ്റ് ബ്രൂട്ടസ് ആൻഡ് ദി കോൺസ്പിറേറ്റേഴ്സ് ഹാഡ് സെൽഫിഷ് മോട്ടീവ്സ്. ബ്രൂട്ടസിനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. ആൻഡ് ദി ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. അതുകൊണ്ട് എന്താ, ആൻഡ് ദി ക്രൗഡ് വാണ്ട്സ് ടു അവെഞ്ച്, ഈ ജനക്കൂട്ടം എന്ത് ചെയ്യണം? പ്രതികാര നടപടിക്ക് ഒരുങ്ങണം. അവെഞ്ച്, പ്രതികാര നടപടി. സീസേഴ്സ് മർഡർ, സീസറെ കൊല ചെയ്തു അല്ലെങ്കിൽ ആ കൊലപാതകത്തിനെതിരെ സംഘടിക്കണം. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ആന്റണീസ് ഒറേഷൻ. ഇവിടെ ഒരു എസൻസ് ആണ് തന്നിരിക്കുന്നത് ആന്റണിയുടെ പ്രസംഗത്തിൻ്റെ. ദി ഫസ്റ്റ് പാർട്ട് ഓഫ് ദി സ്പീച്ച്, അത് ഫസ്റ്റ് പാർട്ടാണ്, പ്രസംഗത്തിൻ്റെ ആദ്യ പാർട്ടാണ്. ഡ്യൂറിങ് വിച്ച് ദി മോബ് ഹാവ് ബിഗൺ ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. ആന്റണിയുടെ പ്രസംഗം തീർന്നപ്പോഴേക്കും ജനക്കൂട്ടം എന്ത് ചെയ്തു? അവരുടെ മനസ്സ് മാറി തുടങ്ങി. Okay, then come to the oration. Friends, Romans, countrymen,
സുഹൃത്തുക്കളെ, റോമക്കാരെ, നാട്ടുകാരെ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്, നിങ്ങളുടെ ചെവികൾ എനിക്ക് കടം തരൂ. ദാറ്റ് മീൻസ് പ്ലീസ് ലിസൺ ടു മീ, ദയവായിട്ട് എൻ്റെ പ്രസംഗം ശ്രദ്ധിക്കൂ. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം, ഞാൻ വന്നിരിക്കുന്നത് സീസറുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. നോട്ട് ടു പ്രൈസ് ഹിം, അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടിയല്ല. ദി ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം, മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തിന്മകൾ, ദി ഈവിൾസ് ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം, ആ തിന്മകൾ അയാൾ മരിച്ചാലും നിലനിൽക്കും. ദി ഗുഡ് ഈസ് ഓഫൺ എൻഡഡ് വിത്ത് ദെയർ ബോൺസ്, എന്നാൽ ഭൗതിക ശരീരം മറയുന്നതോടുകൂടി അയാൾ ചെയ്ത നന്മകളും അവിടെ അവസാനിക്കും. അപ്പോൾ ദി ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം, ദി ഗുഡ് ഈസ് ഓഫൺ എൻഡഡ് വിത്ത് ദെയർ ബോൺസ്, അവരുടെ അസ്ഥികളോടൊപ്പം ഒടുങ്ങും, അല്ലെങ്കിൽ ശവസംസ്കാരത്തോടുകൂടി അവസാനിക്കും. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ, സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെയാകട്ടെ, സീസറിൻ്റെ പ്രവൃത്തി ആ കാര്യത്തിലും. ദി നോബിൾ ബ്രൂട്ടസ് ഹാഡ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്, കുലീനനായ ബഹുമാന്യനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സീസർ ഒരു അത്യാഗ്രഹിയാണ്, അല്ലെങ്കിൽ ഒരു അതിമോഹിയാണെന്ന്. അധികാരത്തിൻ്റെയും അതുപോലെ ധനത്തിൻ്റെയും ഒക്കെ ആ ഒരു അതിമോഹം, അത് സമ്പാദിക്കാനും അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് പല രീതിയിലും അദ്ദേഹം അംബീഷ്യസ് ആണെന്നാണ് ബ്രൂട്ടസിൻ്റെ അഭിപ്രായം. ദി നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഇഫ് ഇറ്റ് വെർ സോ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രീവിയസ് ഫാൾട്ട്. സീസർ വളരെ അതിമോഹിയാണെങ്കിൽ, ഇഫ് ഇറ്റ് വെർ സോ ഇറ്റ് വാസ് ഗ്രീവിയസ് ഫാൾട്ട്, അത് വളരെ ഗുരുതരമായ തെറ്റാണ്. ആൻഡ് ഗ്രീവിയസ്ലി ഹാസ് സീസർ ആൻസേർഡ് ഇറ്റ്, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ആര്? സീസർ. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് റെസ്റ്റ്, ഇവിടെ ബ്രൂട്ടസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ബാക്കി വരുന്നവരും എന്ത് ചെയ്യാൻ പോകുന്നു? മറ്റുള്ളവരുടെയും ബ്രൂട്ടസിൻ്റെയും മറ്റുള്ളവരുടെയും വിടവാങ്ങൽ നടക്കുന്നു. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് റെസ്റ്റ്, ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ. ബ്രൂട്ടസ്, അതുകൊണ്ട് ബ്രൂട്ടസ് ഒരു ആദരണീയനായ മാന്യനായ മനുഷ്യനാണ്. സോ ആർ ദേ ആൾ, അവരെല്ലാം അങ്ങനെ തന്നെ. സോ ആർ ദേ ആൾ, ദേ ആർ ആൾ. സോ അവരെല്ലാം അങ്ങനെ തന്നെ. ആൾ ഓണറബിൾ മെൻ, ബഹുമാന്യരായിട്ടുള്ള എല്ലാവരും, അല്ലെങ്കിൽ മാന്യരായിട്ടുള്ള എല്ലാ വ്യക്തികളും. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കട്ടോ, അതാണ്. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ സംസാരിക്കാൻ വരുന്നു. കം ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ, ഞാനങ്ങനെ വരട്ടോ, അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് സീസറുടെ ശവസംസ്കാര ചടങ്ങിൽ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്, ഞാൻ സംസാരിക്കാൻ വരട്ടോ. ഇവിടെ ബോക്സിൽ മോസ്റ്റ് ഓഫ് ദി ലൈൻസ് ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേ ആർ ഇൻ ബ്ലാങ്ക് വേർഡ്സ്. ബ്ലാങ്ക് വേർഡ്സ് ഈസ് അൺറൈംഡ് ബട്ട് മെട്രിക്കൽ. അപ്പോൾ ചില ടേംസ് നമ്മൾ അത് തിരിച്ചെടുക്കേണ്ടി വരും. സോ ആർ ദേ ആൾ, ദേ ആർ ആൾ. സോ എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും ആദരണീയരാണ്, അല്ലെങ്കിൽ ബഹുമാന്യരാണ്, മാന്യരാണ് എന്നാണ് മാർക്ക് ആന്റണി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്സ്, ജൂലിയസ് സീസർ എൻ്റെ സുഹൃത്തായിരുന്നു. ഫെയ്ത്ത്ഫുൾ, എന്നോട് വിശ്വസനായിരുന്നു. ആൻഡ് ജസ്റ്റ് ടു മീ, നീതിമാൻ ആയിരുന്നു. അവൻ എൻ്റെ സുഹൃത്തായിരുന്നു, എനിക്ക് വിശ്വസനായിരുന്നു, അതുപോലെ തന്നെ നീതിമാനും ആയിരുന്നു. ബട്ട് ബ്രൂട്ടസ് സേസ്, എന്നാൽ ബ്രൂട്ടസ് പറയുന്നത് ഹി വാസ് അംബീഷ്യസ്, അദ്ദേഹം അതിമോഹിയായിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നു, ബ്രൂട്ടസ് മാന്യനാണ്. ഹി ഹാസ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. ഹി ഹാസ് ബ്രോട്ട് ടു മെനി ക്യാപ്റ്റീവ്സ്, അവൻ നിരവധി തടവുകാരെ റോമിലേക്ക് കൊണ്ടുവന്നു.
ഹൂസ് റാൻസംസ് ഡിഡ് ദി ജനറൽ കഫേഴ്സ് ഫിൽ? ആ തടവിൽ നിന്ന് പിടിച്ച് റോമിലേക്ക് കൊണ്ടുവന്ന ആളുകളെ മുഴുവനും അല്ലെങ്കിൽ അവരുടെ മോചനദ്രവ്യം മുഴുവനും എവിടേക്ക് ചേർന്നു? ജനറൽ കഫേഴ്സ്, പൊതു ഖജനാവിലേക്ക് ചേരുകയായിരുന്നു. മോചനദ്രവ്യം അല്ലെങ്കിൽ റാൻസം മീൻസ് സം ഓഫ് മണി പെയ്ഡ് ടു ദി റിലീസ് ഓഫ് പ്രിസണർ. എ പ്രിസണർ ഓർ പ്രിസണേഴ്സിനെ ഇങ്ങനെ മോചനദ്രവ്യം, ഇത് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിൻ്റെ പൊതുസ്വത്തായി മാറുന്നു. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്? ഇങ്ങനെ ചെയ്ത സീസർ ഒരു അതിമോഹിയാണോ? ഡിഡ് ദിസ് മീൻസ് സീംഡ്, ദിസ് ഈസ് സീംഡ് അംബീഷ്യസ്. ഇത് അങ്ങനെ തോന്നുന്നുണ്ടോ അദ്ദേഹം ഒരു അതിമോഹിയാണെന്ന്? വെൻ ദാറ്റ് ദി പോർ ഹാവ് ക്രൈഡ് സീസർ ഹാഡ് വെപ്റ്റ്. അതായത് പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾ കരഞ്ഞപ്പോൾ അദ്ദേഹം ഏങ്ങി. അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. അംബിഷൻ അല്ലെങ്കിൽ അഭിലാഷം എന്ന് പറയുന്നത് കഠിനമായ കാര്യങ്ങളാൽ നിർമ്മിതമായിരിക്കണം. അംബിഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. കഠിനമായ അഭിലാഷം സാധ്യമാകണമെങ്കിൽ കഠിനമായ കാര്യങ്ങളാൽ അത് നിർമ്മിക്കണം. യെറ്റ് ബ്രൂട്ടസ് സൈസ്, എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു ഹി വാസ് അംബിഷ്യസ്, അദ്ദേഹം ഒരു അതിമോഹി ആയിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, വീണ്ടും അദ്ദേഹം പുകഴ്ത്തുന്നു ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണ്. യു ആൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദി ലൂപ്പർകോൾ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ. യു ആൾ ഡിഡ് സീ മീൻസ് സാ. യു ആൾ സാ ദാറ്റ് ഓൺ ദി ലൂപ്പർകോൾ വാസ്, അവിടെ അതൊരു ഫെസ്റ്റിവൽ ആണ്. ലൂപ്പർകോൾ വാസ് ആൻ ഏൻഷ്യന്റ് റോമൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് ഫ്രം ഫെബ്രുവരി 30th to 50th. ഫെബ്രുവരി 13 മുതൽ 15 വരെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ലൂപ്രിക്കൽ ഫെസ്റ്റിവൽ. ഇറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് പ്യൂരിഫിക്കേഷൻ, ഫെർട്ടിലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. അതെന്തിനെ സൂചിപ്പിക്കുകയാണ്? ഇതിൻ്റെ സിമ്പലാണ്. ഒന്ന് പ്യൂരിഫിക്കേഷൻ, മറ്റൊന്ന് ഫെർട്ടിലിറ്റി, ഐശ്വര്യം, സമൃദ്ധി, ശുദ്ധീകരണം, സംരക്ഷണം. ഡ്യൂറിംഗ് ദി ഫെസ്റ്റിവൽ മാർക്ക് ആന്റണി offers Caesar a crown 3 times which he refuses each time. ഈ ഒരു ഈ ഒരു ഫെസ്റ്റിവൽ സമയത്തെ 3 പ്രാവശ്യം ഐ പ്രസന്റഡ് ഹിം എ കിങ്ലി ക്രൗൺ, രാജകീയമായ കിരീടം ഞാൻ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്തു. വിച്ച് ഹി ഡിഡ് ട്രൈസ് റിഫ്യൂസ്. ഈ 3 തവണയും സീസർ നിരസിച്ചു. വാസ് ദിസ് അംബിഷൻ? ഇതാണോ നിങ്ങൾ അദ്ദേഹം അതിമോഹിയാണെന്ന് പറയാൻ? വാസ് ദിസ് അംബിഷൻ? ഇതൊരു അതിമോഹമാണോ ആയിരുന്നോ? യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വാസ് അംബിഷ്യസ്, എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നത് അതിമോഹിയാണെന്നാണ്. ആൻഡ് ഷുവർ, തീർച്ചയായും, ഹി ഈസ് ആൻ ഓണറബിൾ മാൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. ബ്രൂട്ടസ് ഒരു മാന്യനായ വ്യക്തിയാണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് ദാറ്റ് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും തെറ്റാണെന്ന് തെളിയിക്കുകയല്ല. ഐ സ്പോക്ക് നോട്ട് ടു ഡിസ്പ്രൂവ്. അല്ലെങ്കിൽ ബ്രൂട്ടസിൻ്റെ വാക്കുകളെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. എന്താണോ ബ്രൂട്ടസ് സംസാരിച്ചത് അത് തെറ്റാണെന്ന് തെളിയിക്കുകയല്ല എൻ്റെ പ്രസംഗം അല്ലെങ്കിൽ എൻ്റെ സംസാരം. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. എന്നാൽ ഞാനിവിടെ എനിക്ക് അറിയാവുന്നത് തീർച്ചയായും പറയാൻ വന്നിരിക്കുന്നു. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. വാട്ട് ഐ നോ എന്ന് പറയുന്നത് ഐ ഡു നോ മീൻസ് ഐ മസ്റ്റ് നോ. എനിക്ക് തീർച്ചയായും അറിയാവുന്നത് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. യു ആൾ ഡിഡ് ലവ് ഹിം വൺസ്. ഒരിക്കൽ നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ജൂലിയസ് സീസറിനെ സ്നേഹിച്ചിരുന്നു. യു ആൾ ഡിഡ് ലവ് ഹിം വൺസ്, നോട്ട് വിത്തൗട്ട് കാസ് കാരണം, വിത്തൗട്ട് കാസ് കാരണം കൂടാതെ. നോട്ട് വിത്തൗട്ട് കാസ്, അതിനൊരു കാരണമുണ്ട്. ഡബിൾ നെഗറ്റീവ് പോസിറ്റീവ്. വാട്ട് കാസ് വിത്ത് ഹോൾഡ്സ് യു. എന്താണ് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്? ദെൻ, ഇപ്പോൾ നിങ്ങളെ തടസ്സപ്പെടുന്നത് എന്താണ്? ടു മോൺ ഫോർ ഹിം. അദ്ദേഹം മരിച്ചു കിടക്കുന്നു. ആ അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിലപിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ജഡ്ജ്മെൻറ്റ്, വിധിയായിരിക്കാം.
Thou art fled to, brutish beast. You are fled to, brutish beast. നിങ്ങളെല്ലാം ആ ക്രൂരമൃഗങ്ങളുടെ പിന്നാലെയാണ്. Thou art, you are, fled, run, running away. That means run, ഓടുന്നു. Fled to brutish beasts, ക്രൂരമൃഗങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ആൻഡ് അപ്പോൾ ബ്രൂട്ടസിനെ മയപ്പെടുത്തി സംസാരിക്കുകയാണ്, എന്നാൽ കുറിക്കൊള്ളുന്ന വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ, മനുഷ്യർക്കും അവരുടെ ബുദ്ധി നഷ്ടപ്പെടുന്നു. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടിട്ടുണ്ട്, ദെയർ റീസൺ. ബിയർ വിത്ത് മീ, എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണം. ബിയർ വിത്ത് മീ മീൻസ് എക്സ്ക്യൂസ് മീ. മൈ ഹാർട്ട് ഈസ് ഇൻ ദി കഫിൻ, ദെയർ വിത്ത് സീസർ. എൻ്റെ ചങ്ക്, എൻ്റെ ഹൃദയം എവിടെയാണിപ്പോൾ? ദെയർ ഇൻ ദി കഫിൻ, ആ ശവപ്പെട്ടിക്കുള്ളിൽ. വിത്ത് സീസർ, സീസറോടൊപ്പമാണ്. എൻ്റെ ഹൃദയം എവിടെയാണ്? സീസറെ കിടത്തിയിരിക്കുന്ന ആ ശവപ്പെട്ടിക്കുള്ളിൽ, അദ്ദേഹത്തോടൊപ്പം. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. അത് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അത് തിരിച്ചു വരുന്നവരെ, അതെന്നിലേക്ക് തിരിച്ചു വരുന്നവരെ ഞാൻ താൽക്കാലികമായി നിർത്തണം. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. ആഫ്റ്റർ മാർക്ക് ആൻ്റണി സ്പീച്ച് ദി ക്രൗഡ് ടേൺസ് അഗൻസ്റ്റ് ദി കോൺസ്പിറേറ്റേഴ്സ്. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗത്തിന് ശേഷം ജനക്കൂട്ടം ഈ ഗൂഢാലോചനക്കാർക്കെതിരെ തിരിയുന്നു. ആൻഡ് സീക്സ് ടു അവെഞ്ച് സീസേഴ്സ് മർഡർ. പ്രതികാരം ചെയ്യണം, സീസറിൻ്റെ കൊലപാതകൾക്ക് എതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ആ കൂടിയ ജനക്കൂട്ടം മുഴുവനും ഇവര് ജനക്കൂട്ടം പ്രതികാരദാഹികളായി തീർന്നിരിക്കുന്നു. ഗൂഢാലോചനക്കാർക്ക് നേരെ തിരിയുന്നു. ദി കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ് റിയലൈസ് ദി ഡേഞ്ചർ ആൻഡ് ഫ്ലീ. അങ്ങനെ ഈ ഗൂഢാലോചനക്കാർ കാഷ്യസും അതുപോലെ തന്നെ ബ്രൂട്ടസും ഓടി രക്ഷപ്പെടുകയാണ്. അത് മനസ്സിലായിക്കൊണ്ട് ദി കോൺസ്പിറേറ്റേഴ്സ് ലെഡ് ബൈ ബ്രൂട്ടസ് ആൻഡ് കാഷ്യസ് റിയലൈസ് ദി ഡേഞ്ചർ ആൻഡ് ഫ്ലീ, എസ്കേപ്പ് ആൻഡ് റൺ അവേ. മാർക്ക് ആൻ്റണി ഹാവിങ് സക്സസ്ഫുള്ളി മാനിപ്പുലേറ്റഡ് ദി ക്രൗഡ്സ്. മാർക്ക് ആൻ്റണിയുടെ പ്രസംഗം വളരെ വിജയകരമായി തന്നെ കൃത്രിമമായി കൈകാര്യം ചെയ്തു. വേണ്ട രീതിയിൽ അവരെ തിരിച്ചടിപ്പിച്ചു. എമർജസ് ആസ് എ ലീഡർ, ഗ്യാതറിംഗ് സപ്പോർട്ട് ഫ്രം ദി പീപ്പിൾ ഓഫ് റോം. റോമിലെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ട് കൊണ്ടുയരാൻ കഴിയുന്നു. എമർജസ് മീൻസ് ഒരു നേതാവായി ഉയർന്നു. എമർജസ് ആസ് എ ലീഡർ, ഗ്യാതറിംഗ് സപ്പോർട്ട് ഫ്രം ദി പീപ്പിൾ ഓഫ് റോം. ചുമ്മാതെയല്ല, അവിടെ കൂടിയ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ടോടുകൂടി മാർക്ക് ആൻ്റണി വലിയ നേതാവായി ഉയരുന്നു. ഹി അലോങ് വിത്ത് ഒക്ടേവിയസ്, അദ്ദേഹത്തോടൊപ്പം ആരുമുണ്ട്? ഒക്ടേവിയസ് ജൂലിയസ് സീസേഴ്സ് നെഫ്യൂ, ജൂലിയസ് സീസറിൻ്റെ മരുമകൻ. ആൻഡ് അതേഴ്സ് ലീഡ്സ് ദി ബാറ്റിൽ, പിന്നീട് യുദ്ധം നയിച്ചത് അവരാണ്. വിച്ച് റിസൾട്ട്സ് ഇൻ ദി ഡിഫീറ്റ് ആൻഡ് ഡെത്ത് ഓഫ് ദി കോൺസ്പിറേറ്റേഴ്സ്. അതിൻ്റെ ഫലം എന്തായിരുന്നു? കോൺസ്പിറേറ്റേഴ്സിനെ പരാജയപ്പെടുത്തുവാനും അവരെ കൊല്ല ചെയ്യുവാനും അവരുടെ മരണത്തിലേക്കത് നയിച്ചു. ഇതാണ് മാർക്ക് ആൻ്റണിയുടെ സ്പീച്ച്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഓരോന്നും വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് മാർക്ക് ആൻ്റണീസ് ഫ്യൂണറൽ സ്പീച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Please subscribe, share and support me.